ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി ചരിത്രത്തിൽ വലിയൊരു ഗൂഢാലോചന നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ പശ്ചാത്തലം നാം അറിയാതെ പോയാൽ നമ്മളും അതിൻ്റെ ഇരകളായി മാറും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം പിശാച് മനുഷ്യന്റെ വിശ്വാസത്തിൽ ഏതെങ്കിലും നിലക്ക് സംശയം ജനിപ്പിക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യഅതി അശ്ശൈത്വാനു അഹദക്കും, നിങ്ങളിൽ ഒരാളുടെ അടുത്ത് ശൈത്താൻ വരും, ഫയഖൂലു, എന്നിട്ട് അവരോട് പറയും, മൻ ഖലഖ കദ, ഇതിനെ ആരാ സൃഷ്ടിച്ചത് ചോദിക്കും. മൻ ഖലഖ കദ, വേറൊന്നിനെ ചൂണ്ടിയിട്ട് ചോദിക്കും, ഇതിനെ ആരാ സൃഷ്ടിച്ചത്. ഹത്താ യഖൂലു മൻ ഖലഖ റബ്ബക, അങ്ങനെ ചോദിച്ച് അവസാനം ചോദിക്കും, നിന്റെ റബ്ബിനെ ആരാണ് സൃഷ്ടിച്ചത്. ഫഇദാ ബലഗഹു ഫൽയസ്തഇദു ബില്ലാഹി വൽയന്തഹി, അവിടെ വരെ ചോദ്യം എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നീ അവസാനിപ്പിക്കണം, പിന്നെ അതിന് മറുപടി പറയാൻ പോകരുത്. പിന്നെ നിന്റെ ഈമാനിനെ നശിപ്പിക്കാനുള്ള ചോദ്യങ്ങളാണ് പിന്നെ ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് പിശാച് മനുഷ്യന്റെ മനസ്സിൽ ഇടക്കിടക്ക് ഏതെങ്കിലും നിലക്ക് അവന്റെ വിശ്വാസത്തെ ചോർത്തിക്കളയാനുള്ള പരിശ്രമങ്ങൾ നടത്തും എന്നത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തെ പഴപ്പിക്കാൻ ചരിത്രത്തിൽ നടന്ന ആ ഗൂഢാലോചനയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കുക എന്നത് വിശ്വാസികൾക്ക് നിർബന്ധമായ ഒരു കാര്യമാണ്. എന്തായിരുന്നു ആ ചരിത്രത്തിൽ നടന്ന ഗൂഢാലോചന? ഹിറാക്ലിയസ് ചക്രവർത്തിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദൂതനെ അയക്കുകയുണ്ടായി. ആ ദൂതൻ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാം സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിന് ബോധ്യപ്പെട്ടു ഈ പറയണതൊക്കെ സത്യമാണ്. അങ്ങനെ അദ്ദേഹം പുരോഹിതന്മാരുടെയും അവരുടെ ഭരണ നേതൃത്വങ്ങളുടെയും ഒക്കെ സദസ്സിൽ രാജാവ് ഈ കാര്യം തുറന്നു പറഞ്ഞു. അങ്ങനെ പ്രവാചകന്റെ അടുത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു, അത് സത്യമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നു എന്ന വിവരം സത്യസന്ധമായി പറഞ്ഞു. പക്ഷെ ആ ഭരണ നേതൃത്വത്തിലുള്ള ആളുകളും പുരോഹിതന്മാരും ഒന്നും അത് അംഗീകരിച്ചില്ല. അപ്പൊ അവസാനം അദ്ദേഹം ഒറ്റപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹം അവരോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് നമ്മൾ കാണുന്നത് ഇസ്ലാമിനെതിരെ സൈനിക നീക്കം നടത്താൻ റോമ സാമ്രാജ്യം ധാർഷ്ട്യം കാണിക്കുന്നതാണ് പിന്നീട് ചരിത്രത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുഅത്ത യുദ്ധത്തിൽ മുസ്ലിം റോമ സംഘടനത്തിന് അങ്ങനെയാണ് നാന്ദി കുറിക്കുന്നത്. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തുടർന്ന പോരാട്ടങ്ങൾ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ അവസാനം ക്രിസ്താബ്ദം 7-ാം ശതകത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെയും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിലുള്ള മുസ്ലിം സേനയുടെ മുമ്പിൽ റോമ സാമ്രാജ്യത്തിന് അടിയറവ് പറയേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന്റെ തൊട്ടടുത്ത നൂറ്റാണ്ടിൽ അവരുടെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പരാജയത്തോടുകൂടി പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ ആ പതനം സമ്പൂർണമാവുകയും ചെയ്തു. അങ്ങനെ ഇസ്ലാമിനോടുള്ള അടങ്ങാത്ത വിദ്വേഷത്തിലാണ് യൂറോപ്യൻ സമൂഹത്തിൽ ജൂതന്മാരും ക്രൈസ്തവ പൗരോഹിത്യവും പിന്നീട് മുന്നേറിയതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ക്രിസ്താബ്ദം 1096 അന്നത്തെ മാർപ്പാപ്പയുടെ തിരുകൽപ്പന പ്രകാരം യൂറോപ്പിലെ ഭരണാധികാരികളുടെയും പുരോഹിതന്മാരുടെയും നേതൃത്വത്തിൽ നടന്ന മുസ്ലിം വംശഹത്യയാണ് കുരിശ് യുദ്ധം എന്ന ഓമനപ്പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. അങ്ങനെ 2 നൂറ്റാണ്ടോളം ഇസ്ലാമിക ലോകത്ത് അധിനിവേശം നടത്തിയ കുരിശ് പോരാളികൾ ചെയ്തു തീർത്ത മനുഷ്യത്വരഹിത ക്രൂരതകൾ ചരിത്രത്തിലെ എന്നത്തെയും ഒരു കറുത്ത അധ്യായമാണ്. അതായത് 200 വർഷമാണ് ആ കുരിശ് പോരാളികൾ മുസ്ലിം സമൂഹത്തെ വളരെ മോശമായ രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്.
അവസാനം ക്രിസ്താബ്ദം 1270 സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ മുസ്ലിം സേന നടത്തിയ ചരിത്രപ്രസിദ്ധമായ പോരാട്ടം യൂറോപ്യരുടെ ഈ കിരാതമായ വാഴ്ചക്ക് അന്ത്യം കുറിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവസാനം ആധുനിക യൂറോപ്പിന്റെ ശാസ്ത്ര നേട്ടങ്ങളുടെയും വിജ്ഞാനങ്ങളുടെയും എല്ലാം ഉത്ഭവം ആ സമയത്ത് സ്പെയിനിലായിരുന്നു. നൂറ്റാണ്ടുകളോളം അവിടെ പ്രശോഭിച്ച ഇസ്ലാമിക സംസ്കാരം അതിന്റെ വിജ്ഞാനത്തിന്റെ ഒരു കലവറയാക്കിയിരുന്നു. ഇസ്ലാം അതിന്റെ വിജ്ഞാനത്തിന്റെ ഒരു കലവറയായി അവിടെ വന്നു. അവിടെ വൈദ്യശാസ്ത്രത്തിലും ഗോളശാസ്ത്രത്തിലും ഇതര ശാസ്ത്രശാഖകളിലും ഗവേഷണം നടത്തിയ വിദ്യാർത്ഥികളെ അറബ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഔന്നിത്യം അങ്ങേയറ്റം ആകർഷിച്ചു. അവിടെ വന്ന് പഠിച്ച യൂറോപ്പിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഇസ്ലാമിനെ പറ്റി വലിയ ഒരു ഗുണകാംക്ഷ, ഒരു ആഭിമുഖ്യമുണ്ടാകുന്ന അവസ്ഥയുണ്ടായി. യൂറോപ്പിലെ ബുദ്ധിജീവികൾക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ച് വളർന്നു വരുന്ന ഈ മതിപ്പ് ക്രൈസ്തവ സഭകളെയും മതമേലധ്യക്ഷന്മാരെയും വല്ലാതെ പ്രയാസപ്പെടുത്തുകയായി. അഥവാ സ്പെയിനിൽ പോയി പഠിച്ച ആ വിദ്യാർത്ഥികൾക്കൊക്കെ ഇസ്ലാമിനോട് ആഭിമുഖ്യം ഉണ്ടാകുന്നു എന്നവർക്ക് വല്ലാത്ത തലവേദനയായി. തൗഹീദിന്റെയും ഈമാനിന്റെയും ഈ പ്രഭയിൽ വെട്ടിത്തിളങ്ങുന്ന മുസ്ലിം സമൂഹത്തെ ആയുധം കൊണ്ട് അധികകാലം അടിച്ചമർത്താൻ കഴിയില്ല എന്ന് യൂറോപ്യന്മാർക്ക് മൊത്തത്തിൽ മനസ്സിലാകുന്ന കാലമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിനാൽ മുസ്ലിങ്ങളുടെ ആദർശ അടിത്തറകൾ തകർക്കാനുള്ള ബൗദ്ധികമായ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയാണ് ഇനി രക്ഷയുള്ളൂവെന്ന് അവർ തിരിച്ചറിഞ്ഞു. അറബ് ഇസ്ലാമിക ആശയങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കിയാലല്ലാതെ അതിനെ വികലമായി ചിത്രീകരിക്കുവാൻ സാധ്യമല്ല എന്നവർക്ക് തിരിച്ചറിവുണ്ടായി. ഇസ്ലാമിനെ ഇനി ആയുധം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല, ആശയം കൊണ്ടേ തോൽപ്പിക്കാൻ കഴിയുള്ളൂ. ആശയം കൊണ്ട് തോൽപ്പിക്കണമെങ്കിൽ എന്താണ് ഇസ്ലാം എന്നറിയണം. എന്നിട്ട് ഇസ്ലാമിനെ പഠിച്ച് അതിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുസ്ലിമീങ്ങളെ ഇനി പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. അങ്ങനെ അറബ് ഇസ്ലാമിക കൃതികളുടെ പഠനത്തിന് വേണ്ടി അവർ പ്രത്യേകമായ കലാലയങ്ങൾ തന്നെ അവർ സ്വന്തം നിർമ്മിച്ചു. അവർ സ്വന്തമായി ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇസ്ലാമിനെ അക്കാദമിക തലത്തിൽ പഠിച്ച ശേഷം അതിനെ വികലമായി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടന്നത്. ഇതാണ് പിൽക്കാലത്ത് ഓറിയന്റലിസം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇവരെയാണ് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയാം. അതായത് ആയുധം കൊണ്ട് മാത്രമല്ല, ആശയം കൊണ്ട് ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി ഇസ്ലാമിനെ അവര് തന്നെ കലാലയങ്ങൾ ഉണ്ടാക്കി അതിൽ കുട്ടികളെ പഠിപ്പിക്കുകയും എന്നിട്ട് അതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ വികലമായി ഇസ്ലാമിനെ ചിത്രീകരിക്കുകയും ചെയ്യാനുള്ള ഒരു സംവിധാനം യൂറോപ്യരുടെ നേതൃത്വത്തിലുണ്ടായ അതിനെയാണ് ഓറിയന്റലിസം, അല്ലെങ്കിൽ അവരെയാണ് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പിന്നീട് നമ്മൾ വിളിക്കപ്പെട്ടത്. അങ്ങനെ ഷിയാക്കളും മുഅ്തസിലികളും ഓറിയന്റലിസ്റ്റുകളും എഴുതി തുന്നിക്കൂട്ടി ഉണ്ടാക്കിയ ആ വാറോലകളെ മുഴുവൻ ആധാരമാക്കി പ്രധാനമായി അവർ ആക്രമിച്ചത് ഹദീസുകളെയായിരുന്നു. ഹദീസുകൾ ആക്രമിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിമീങ്ങളോട് വേഗം വന്ന് ഖുർആൻ തെറ്റാണെന്ന് പറഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല, അവരത് ഉൾക്കൊള്ളൂല. അപ്പൊ ഖുർആനിനെ തള്ളണമെങ്കിൽ ആദ്യം ഹദീസിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ് വേണ്ടത് എന്ന ഗവേഷണമാണ് ആദ്യം അവർ നടത്തിയത്. അങ്ങനെ ഹദീസ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഒരു വിഭാഗത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഒരു ബുദ്ധിജീവി സമൂഹം എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് അവരുണ്ടാക്കിയെടുത്തു. ഇവരെയാണ് മോഡേണിസ്റ്റുകൾ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഈ ഓറിയന്റലിസത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത ഹദീസുകളോട് ഒരു പുച്ഛമായ മനോഭാവമുള്ള ആളുകളെ ഉണ്ടാക്കിയെടുത്ത ആ മോഡേണിസ്റ്റുകൾ രംഗത്ത് വന്നു. തങ്ങളുടെ നിരന്തര പഠനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് ഈ കണ്ടെത്തലുകൾ ഒക്കെ എന്ന് അവർ വാദിക്കുകയും ചെയ്തു. അവരോരോരുത്തർ മുസ്ലിങ്ങളായിട്ട് തന്നെ വരും, മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണ്. എന്നിട്ട് ഇസ്ലാമിനെതിരില് ഹദീസിനെതിരില് പ്രമാണങ്ങൾക്കെതിരിൽ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറയുന്നതൊക്കെ അവരുടെ ബുദ്ധിയിൽ നിന്നും അവരുടെ ഗവേഷണങ്ങളിൽ നിന്നുമാണ് അവർ പറയുന്നത് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അവരെ ബുദ്ധി എന്ന് പറയുന്നതല്ല. ഈ ഓറിയന്റലിസ്റ്റുകളും ഈ മുഅ്തസിലിയാക്കളും ഈ ഷിയാക്കൾ പണ്ട് ചെയ്ത് കൂട്ടിയതൊക്കെ വാരി പിടിച്ചുണ്ടാക്കി അത് അതേപോലെ ഛർദ്ദിക്കണം. പക്ഷെ പറയുമ്പോ എന്ത് പറയും, ഞങ്ങളെ ഗവേഷണമാണ്, ഞങ്ങൾ കണ്ടെത്തിയതാണ് എന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കുക. ഇത് ലോകത്ത് അങ്ങനെ തുടങ്ങി വെച്ചത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പ്രസരിച്ചു. അങ്ങനെ അത് നമ്മുടെ മലയാളക്കരയിലേക്കും പ്രകടമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള മൊത്തത്തിലുള്ള സ്വഭാവത്തെ സംബന്ധിച്ച് ഡോക്ടർ മുസ്തഫ സിബായിയുടെ
നബിചര്യയും ഇസ്ലാം ശരീഅത്തിൽ അതിന്റെ സ്ഥാനവും എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം ബഹുമാനനായ മർഹൂം അമാനി മൗലവിയാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ആ പരിഭാഷയിൽ അമാനി മൗലവിന്റെ ഒരു സംഗ്രഹം പറയുന്നുണ്ട്. ഈ ആളുകളെ, ഈ മോഡേണിസ്റ്റുകളുടെ സ്വഭാവം എന്താണ്, അവർ പ്രമാണങ്ങൾ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം ഉദ്ധരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: അവരുടെ കൃതികളും, ഈ മോഡേണിസ്റ്റുകളുടെ കൃതികളും ഗവേഷണങ്ങളുമെല്ലാം ശകാരങ്ങളുടെയും പരിഹാസങ്ങളുടെയും തെറികളുടെയും കേളി രംഗമാണ്. വൈജ്ഞാനിക പഠന ഗവേഷണങ്ങളുടെ അയലത്തുപോലും എത്താത്ത അവയെല്ലാം കൃത്രിമത്വങ്ങളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ്. പ്രമുഖ കൃതികളിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ അവയിൽ തങ്ങളുടെ വകയായി കുറെ കൂട്ടിച്ചേർക്കുക, ഉള്ളവ വിട്ടുകളയുക, പണ്ഡിതന്മാരുടെ പേരിൽ കളവ് കെട്ടിച്ചമക്കുക, ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് കളവ് പറയുക, പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് അവരുദ്ദേശിക്കാത്ത വ്യാഖ്യാനം നൽകുക തുടങ്ങിയ എല്ലാ തിരിമറികളും മോഡേണിസ്റ്റുകൾ നടത്താറുണ്ട്. മതബോധമോ ദൈവഭയമോ ലജ്ജയോ ഇല്ലാത്തവർക്ക് ചേരാത്തത് എന്തുണ്ട് എന്നാണ് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ ചോദിക്കുന്നത്. ഇതാണ് നബിചര്യയും ഇസ്ലാം ശരീഅത്തിൽ അതിന്റെ സ്ഥാനവും എന്ന മുസ്തഫ സിബായിയുടെ ആ പരിഭാഷയിൽ മുഹമ്മദ് അമാനി മൗലവി എടുത്തു ചേർക്കുന്നത്. ഞാനിവിടെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് മലയാളക്കരയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്വഭാവം ഒന്ന് കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. ഈ കഴിഞ്ഞ ദിവസം ഒരു വൈജ്ഞാനിക ചർച്ച ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. ഓൺലൈനിൽ നിങ്ങളത് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അത് കേൾക്കണം എന്നൊരു വസീയത്ത് ഞാൻ പറയാം. ആ ചർച്ച നടക്കുന്നതിനിടയിൽ അതിന്റെ ഒരു പക്ഷത്തുള്ള ഒരു മാന്യദേഹം പറഞ്ഞത് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതും ചിന്തിപ്പിക്കേണ്ടതുമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബുഖാരിയിലെ മുഴുവൻ ഹദീസും സ്വീകരിച്ചേ പറ്റൂവെന്ന് വാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പറയുന്നത് സിയോണിസമാകുന്നു എന്നാണ്. അദ്ദേഹം പറയാണ് ബുഖാരിയിൽ മുസ്ലിമിലേക്ക് മുഴുവൻ ഹദീസും സ്വീകരിക്കണം, അതിൽ മുഴുവൻ ഹദീസും സ്വീകരിക്കണം എന്ന് പറയുന്നതൊന്നും ശരിയല്ല, അതൊക്കെ സിയോണിസ്റ്റുകളാണ്, അത് ജൂതന്മാരുടെ ഫണ്ട് വാങ്ങി ഇവിടെ കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ ലക്ഷണമാണ് എന്നുവരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇത് മലയാളക്കരയിലാണ്. എത്ര ഗുരുതരമാണ് ഈ വാക്ക് നോക്കുന്നത്. അദ്ദേഹം ആ സംവാദത്തിൽ പറഞ്ഞു പോകുന്ന വിഷയത്തിൽ നേരത്തെ പറഞ്ഞ ആ കൃത്രിമത്വം യഥേഷ്ടം കാണാൻ പറ്റും. പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ വായിക്കുമ്പോൾ പകുതി വായിച്ചു നിർത്തുക, അതിന് നേരെ എതിരന്റെ തൊട്ട് താഴെയുള്ളത് വായിക്കാതിരിക്കുക, അവനവൻ ആവശ്യമുള്ളത് മാത്രം എടുക്കുക, മറ്റുള്ളത് വിട്ടുകളയുക. നേരത്തെ മുസ്തഫ സബായി പറഞ്ഞ എന്തൊക്കെ വിശേഷണങ്ങളാണോ മോഡേണിസ്റ്റുകൾക്ക് പറഞ്ഞത്, അതെല്ലാം നമുക്ക് ദൃശ്യമാകുന്ന ഒരു ശൈലിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. അള്ളാഹു അവരെയൊക്കെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇത്തരം ആളുകളുടെയൊക്കെ സംസാരം കേട്ടുപോയ നമ്മൾ വിചാരിക്കും ഇവരെന്തോ ഇവരുടെ ബുദ്ധിയിൽ നിന്ന് പറഞ്ഞു കൊണ്ടുവരികയാണ്. അല്ല, ഇതിന്റെയൊക്കെ വേര് മടങ്ങുന്നത് ഓറിയന്റലിസ്റ്റുകളിലേക്കാണ്. അതിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് മുഅ്തസിലിയാക്കളിലേക്കാണ്. അതിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് ഷിയാക്കളിലേക്കാണ്. ചരിത്രത്തിൽ ഇന്നോളം നടന്ന ഇസ്ലാം വിരുദ്ധ പ്രമാണ വിരുദ്ധമായ കാര്യങ്ങളുടെ ആവർത്തനം മാത്രമാണിത്. ഇതൊരു പുതിയ ഗവേഷണമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ചേകനൂർ മൗലവി ഇതിന്റെ ഭാഗമായി കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കയ്യിൽ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നില്ല, വിപുലമായ പള്ളികൾ ഉണ്ടായിരുന്നില്ല, വലിയ അനുയായി കൂട്ടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തിരോധാനത്തോടുകൂടി അതിന്റെ ആശയങ്ങളുടെ പ്രചാരണം മെല്ലെ അവസാനിച്ചു. എന്നാൽ ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയല്ല. അവർക്ക് പള്ളികളുണ്ട്, അവരെ കയ്യിൽ സംഘടനാ സംവിധാനമുണ്ട്. ഇത്തരം ആളുകൾ അവരുടെ ഖതീബുമാർക്ക് ഇതുപോലെയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുകയും ഹദീസുകളോടൊരു പുച്ഛമായ മനോഭാവം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താൽ, അവർ ഖുതുബ പറയുന്ന മിമ്പറുകളിൽ നിന്ന് കേൾക്കുന്ന ജനസമൂഹം, സാധാരണ ജനങ്ങൾ എത്രമാത്രമാണ് ഹദീസുകളിൽ നിന്ന്, പ്രമാണങ്ങളിൽ നിന്ന് തെന്നിപ്പോകുക എന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഹദീസുകൾക്ക് ഇസ്ലാം വളരെ വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. അത് വഹയിന്റെ ഭാഗമാണ്, അത് വഹയി തന്നെയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി അല്ലാഹു പറയാണ്, അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുകയില്ല, അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ വഹയിൽ നിന്നുള്ളതാകുന്നു. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ. അള്ളാഹു നിങ്ങൾക്ക് കിതാബും ഹിക്മത്തും അയച്ചു തന്നിട്ടുണ്ട് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും.
അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തെ ഹദീസുകൾ പഠിപ്പിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിയോഗിച്ചു. എന്തിനു വേണ്ടി? ഈ ഗ്രന്ഥം അവർക്ക് പാരായണം ചെയ്തു കൊടുക്കാൻ വേണ്ടി, അവരെ സംസ്കരിക്കാൻ വേണ്ടി. പിന്നെ പറഞ്ഞതെന്താ? വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിതാബ്, ഹിക്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖുർആൻ വസ്സുന്ന, ഖുർആനിനെയും സുന്നത്തിനെയും അഥവാ പ്രവാചക ചര്യയെയുമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പൊ ഹദീസിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിന്നെയോ ഹദീസ് സ്വീകരിക്കണമെന്ന് ഖുർആനിൽ പ്രത്യേക കൽപ്പന തന്നെയുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹ്, എന്താണോ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹൂ, ഒരിക്കലും അദ്ദേഹം വിരോധിച്ചത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല, അത് വെടിയുകയും വേണം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, അതീഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വറസൂലഹു, റസൂലിനെയും അനുസരിക്കണം, വലാ തവല്ലൂ അൻഹു വഅൻതും തസ്മഊൻ, ദിവ്യ സന്ദേശം കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ വേളയിൽ അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുത്. അത് മുഴുവൻ നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, അതീഉല്ലാഹ വഅതീഉർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. വലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. മയ്യുതിൽ റസൂല ഫഖദ് അതാ അല്ലാഹ്, അല്ലാഹുവിനെ അനുസരിച്ച്, ആ റസൂലിനെ അനുസരിച്ചുവോ അവൻ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എത്ര ആയത്ത്! അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ്. വഅൻസൽനാ ഇലൈക الذിക്ര ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ, ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയും കൂടിയാണ് ഇത് ഇറക്കിപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഈ ഖുർആനിനെ വിവരിച്ചു കൊടുക്കാനുള്ള ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിസ്കാരം, അതുപോലെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങി വിവിധ ആരാധനകൾ നിർവഹിക്കാനുള്ള കൽപ്പനകൾ മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുക. അതിന്റെ വിശദാംശങ്ങൾ ഹദീസുകളിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഉദാഹരണം പറയാം, നമസ്കരിക്കണം എന്ന് ഖുർആനിലെ കൽപ്പന ഉണ്ട്, പല സ്ഥലത്തും പറയുന്നു. നിങ്ങൾ റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യണം, സുജൂദ് ചെയ്യുന്നവരോടൊപ്പം സുജൂദ് ചെയ്യണം, ഒക്കെ ഖുർആനിൽ കാണാൻ പറ്റും. പക്ഷെ എങ്ങനെ റുക്കൂ ചെയ്യേണ്ടത് അത് ഖുർആനിൽ തെരഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. അത് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹദീസിനെ കിട്ടുള്ളൂ. റുക്കൂവിന്റെ രൂപം, അത് കൈ എവിടെ വെക്കണം, അതിന്റെ മുതുക് എങ്ങനെ വെക്കണം, എവിടേക്ക് നോക്കണം, ഇതൊന്നും നമുക്ക് ഖുർആനിൽ നല്ല കിട്ടുക, അത് ഹദീസുകളിൽ നിന്നാണ് കിട്ടുക. അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യം, അതിന്റെ ഒരുപാട് ഹുക്മുകൾ ഹദീസുകളിൽ നിന്നാണ് കിട്ടുക. ഹജ്ജിന്റെ വിഷയം, ഹജ്ജ് ചെയ്യണമെന്ന് ഖുർആനിൽ കൽപ്പനയുണ്ട്. പക്ഷെ ഹജ്ജ് തുടങ്ങി അവസാനിക്കുന്നത് വരെ ഖുദൂമ അന്നീ മനാസികക്കും, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ഞാൻ കാണിച്ചു തരാം ഹജ്ജ് എങ്ങനെ ചെയ്യാൻ, അതുപോലെ നിങ്ങൾ ചെയ്യണം എന്നാണ്. അതിന്റെ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഓരോ കാര്യവും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കാണാൻ പറ്റും, മോഷ്ടാവിന്റെ കൈ മുറിക്കണം എന്ന് ഖുർആനിലുണ്ട്, കട്ടവന്റെ കൈ വെട്ടണം എന്ന് ഖുർആനിലുണ്ട്. അത്രേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ കൈ മുറിക്കല്ലേ, എവിടെ മുറിക്കേണ്ടത്, എവിടെ മുറിക്കണം എന്ന് ഖുർആനിൽ തെരഞ്ഞാൽ കാണാൻ കഴിയില്ല. ഒരു കൈ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ കൈയാണ്, ഇവിടുന്ന് വേണമെങ്കിൽ തോളിന്ന് മുറിക്കാം, മുട്ടിന്റെ അവിടെ മുറിക്കാം, എവിടെയും മുറിക്കാം. ഒരു മനുഷ്യന്റെ കൈ മുറിക്കല്ലേ, തീരുമാനം വേണ്ടേ? അത് ഹദീസിലുണ്ട്. ആ കൈ മുറിക്കേണ്ടത്, ആ കൈയിന്റെ ഈ കൈപ്പത്തിയാണ് മുറിക്കേണ്ടത്. അതാണ് ഇന്ന നിയമം. ആ നിയമം അവിടുന്ന് കിട്ടാനോ മൊത്തത്തിൽ ഖുർആനിൽ പറയുന്ന കാര്യങ്ങളുടെ വിശദാംശം അറിയിച്ച് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതാണ് ഹദീസുകളിൽ ഉള്ളത്. സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു, എന്നാൽ അതിന്റെ നിസാബ് എത്രയാണ്, എത്ര ഉണ്ടാവുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എത്രയാണ് മിച്ചം ഉണ്ടാവേണ്ടത്, സ്വർണത്തിന്റെ സക്കാത്ത് എത്രയാണ്, കന്നുകാലികളുടെ സക്കാത്ത് എത്രയാണ്, കൃഷിയുടെ സക്കാത്ത് എത്രയാണ്, നാണയത്തിന്റെ സക്കാത്ത് എത്രയാണ്, ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ നമുക്ക് ഹദീസുകളിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. ഓരോ കാര്യവും അങ്ങനെ തന്നെയാണ്. ഖുർആനിലുള്ള ആയത്താണ്, യഖീൻ വരുന്നത് വരെ നിങ്ങൾ ഇബാദത്ത് എടുക്കണം. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നാണ് അർത്ഥം. അപ്പൊ ഒരാൾ പറയും, എനിക്കിപ്പോ ഒരു ഉറപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി ഞാൻ നിസ്കരിക്കണമെന്നില്ല എന്ന് പറഞ്ഞാലോ. അപ്പൊ എന്താണ് യഖീൻ? യഖീൻ എന്നതിന്റെ അർത്ഥം റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു, മരണം എന്നതാണ് അതുകൊണ്ട് അർത്ഥങ്ങൾ. മരിക്കുന്നത് വരെ ഇബാദത്ത് ചെയ്യണം എന്നാണ്.
അപ്പൊ ഇതൊക്കെ ഏതൊരായത്ത് പഠിക്കണമെങ്കിലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൂടി ചേർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. 6-ാം അധ്യായത്തിലെ 82-ാമത്തെ ആയത്താണ്. എന്താ ഈ ആയത്തിൽ പറഞ്ഞ ളുൽമ് എന്ന വാക്ക്? അതിന് ശരിക്കും മലയാളത്തിൽ അർത്ഥം പറയാം അന്യായം അല്ലെങ്കിൽ അക്രമം എന്നൊക്കെയാണ് അർത്ഥം പറയാം. എന്നാൽ ഈ ളുൽമ് എന്നതുകൊണ്ട്, അതായത് നിങ്ങൾ ഈമാനിൽ ളുൽമ് കലർത്തരുത് എന്നാണ് ആയത്ത്. ആ ളുൽമ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സഹാബികൾക്ക് ശരിക്കും മനസ്സിലായില്ല. ശക്കദാലിക അലൽ മുസ്ലിമീൻ. ആയത്ത് കേട്ടപ്പോൾ മുസ്ലിമീങ്ങളിൽ സംശയമായി, എന്താ ഈ ളുൽമ് കലർത്തരുത് എന്ന് പറയുന്നത്? ഫഖാലു യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുനാ ലാ യളിമു നഫ്സഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില അക്രമങ്ങളൊക്കെ ചെയ്യാത്ത ആരാണുള്ളത്? പല ആൾക്കാരും ഉണ്ടാവൂലേ? അപ്പൊ ഈ ളുൽമ് കലർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കാല, അപ്പൊ അവിടുന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ലൈസ ദാലിക, നിങ്ങൾ വിചാരിച്ച ളുൽമ അല്ല അത്. എന്താണ് പിന്നെ? ഇന്നമാ ഹുവ ശിർക്കുൻ. ആ ളുൽമ കൊണ്ട് അർത്ഥമാക്കുന്നത് ശിർക്കാകുന്നു. എന്നിട്ട് പറഞ്ഞു, അലം തസ്മഉ മാ ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു. ലുഖ്മാൻ അലൈഹിസ്സലാം തന്നെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നു മകനെ നീ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, കാരണം ഇന്ന ശിർക ലളുൽമുൻ അളീം, നിശ്ചയമായും ശിർക്ക് വലിയ അക്രമമാകുന്നു. അപ്പൊ ഇവിടെ ശിർക്ക് അക്രമമാകുന്നു. ഈ അക്രമം എന്ന് പറഞ്ഞാൽ ശിർക്കാകുന്നു എന്നുള്ളതിന് ഈ ആയത്ത് വെച്ച് റസൂലുള്ളാഹി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശിർക്ക് പറഞ്ഞാൽ ളുൽമ് എന്ന് പറഞ്ഞാൽ ശിർക്കാകും. ഓരോന്ന് നോക്കി നിങ്ങൾ കൃത്യമായി ഇങ്ങനെ പഠിപ്പിക്കണം. വേറെ ആയത്ത് നോക്കി നിങ്ങൾ, വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. നോമ്പുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴാണ്, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, പുലരിയുടെ വെളുത്ത ഇഴകൾ കറുത്ത ഇഴകളിൽ നിന്ന് തെളിഞ്ഞു കാണുമാറാകുന്നത് വരെ. ഇതാണ് ആയത്ത്. ഇവിടെ പറഞ്ഞ ഈ കറുത്ത നൂലും ഈ വെളുത്ത നൂലും അദീ ഇബ്നു ഹാത്തിം എന്ന സ്വഹാബിക്ക് മനസ്സിലായില്ല എന്താ ഈ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം കിടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ തന്റെ ശരീരത്തിൽ ഒരു കറുത്ത നൂലും ഒരു വെളുത്ത നൂലും കെട്ടുമായിരുന്നു. അപ്പൊ ഇതറിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ ഉദ്ദേശിക്കുന്നത്? പകലിന്റെ വെളുപ്പും രാത്രിയുടെ ഇരുട്ടുമാണ് അതിന്റെ ഉദ്ദേശം എന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്താലും അതിന്റെ വിശദീകരണം നമ്മളെ ബുദ്ധിയോ നമുക്ക് തോന്നിയ ഡിക്ഷണറി നോക്കിക്കൊണ്ട് കിട്ടുന്ന അർത്ഥമോ വെച്ചുകൊണ്ട് ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അതിന്റെ വ്യാഖ്യാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ. ഈ തിരുവചനത്തിനോട് ആശയക്കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഖുർആനിലെ ആശയക്കുഴപ്പമുണ്ടാകാൻ വല്ല മാർഗമുണ്ടോ? പിന്നെ ഖുർആൻ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെയാണ് ഹദീസുകളെ നിഷേധിക്കുമ്പോൾ അത് ഖുർആന്റെ നിഷേധമാകും. അവസാനം അവൻ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹദീസുകളെ വെച്ച് പ്രത്യേകിച്ച് സ്വഹീഹ് മുസ്ലിം, അതുപോലെ സ്വഹീഹ് ബുഖാരി, മുസ്ലിം പോലുള്ള ആ സ്വഹീഹായ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി വന്നിരിക്കുന്ന ഹദീസുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് ആരായിരുന്നാലും അത് അവരുടെ ചിന്ത കൊണ്ടൊന്നും പറയുന്നതല്ല. അത് മുമ്പ് ഓറിയന്റലിസ്റ്റുകൾ ഇവിടെ നടത്തിയ ഒരു ഗൂഢാലോചനയിൽ അറിഞ്ഞോ അറിയാതെയോ അവർ അകപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കി രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. അപ്പൊ വാട്സപ്പിലൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ഇവരെന്തോ ഒരു ബുദ്ധി പറഞ്ഞ പോലെയാണ് പറയുന്നത്. അതൊന്നും അല്ല ശരി. ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നടക്കുന്നതൊക്കെ. ഇവരതിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അതിൽ പെട്ടുപോവുകയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ തയ്യാറാകണം. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പൊതുവെ ആളുകൾക്കിടയിലുള്ള ഒരു ധാരണയുണ്ട്. അതെന്താന്ന് ചോദിച്ചാല്, വിശുദ്ധ ഖുർആൻ അള്ളാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. പക്ഷെ ഹദീസ് അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതിൽ തകരാറ് വരാലോ? ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം പലപ്പോഴും ആളുകൾ ഉന്നയിക്കാറുണ്ട്. എന്നാൽ നമ്മൾ അറിയണം, സൂറത്ത് 15-ാം അധ്യായത്തിൽ 9-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ.
നിശ്ചയമായും ഈ ഖുർആൻ നമ്മിൽ നാമാണ് ഇറക്കിയിരിക്കുന്നത്. അതിനെ നാം തന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അവിടെ ഇന്നാ നഹ്നു നസ്സൽന അൽ ഖുർആൻ അല്ല പറഞ്ഞത്, നസ്സൽന ദിക്റാൻ. ഈ ഉത്ബോധനത്തെ ഇറക്കിയത് നാം ആകുന്നു, അതിനെ നാം സംരക്ഷിക്കുന്ന. എന്താ പണ്ഡിതന്മാർ അദ്ദിക്ർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്? ആ അദ്ദിക്ർ എന്നത് പറയുന്നത് കൊണ്ട് ഖുർആനും സുന്നത്തുമാകുന്ന രണ്ട് വഹയും അവിടെ ഉൾക്കൊള്ളും എന്നാണ്. ആ രണ്ടിനെയും അള്ളാഹു സംരക്ഷിക്കുമെന്നാണ്. അങ്ങനെയാണ് ആ ആയത്തിനെ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സംരക്ഷിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മാർഗമാണ് സനദ്, പരമ്പര എന്ന് പറയുന്നത്. അഥവാ പ്രവാചകനിൽ നിന്ന് തുടങ്ങി അത് ഉദ്ധരിക്കുന്ന സ്വഹാബി വരെയുള്ള പരമ്പരയിൽ ആരെങ്കിലും വ്യാജം പറഞ്ഞവരുണ്ടോ, കള്ളം പറഞ്ഞവരുണ്ടോ എന്നതിനെ കുറിച്ച് കൃത്യമായി പരിശോധിച്ച് ഒരാളെങ്കിലും അതിലൊരു കളവ് പറയുന്ന ആളോ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളോ ഉണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കൂല. അതിന് പ്രത്യേക ശാസ്ത്രശാഖ തന്നെയുണ്ട്. അതാണ് ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്നത്. ഹദീസ് നിദാന ശാസ്ത്രം അത്ഭുതകരമായൊരു പഠനശാഖയാണ്. അതൊക്കെ പഠിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. കാരണം ഈ ആവശ്യത്തിന് വേണ്ടി ഹദീസ് നിവേദക പരമ്പരയിൽ ലക്ഷത്തിൽ പരം ആളുകളുടെ ചരിത്രവും അവരുടെ സ്വഭാവവും അവരുടെ രീതികളും ഉള്ള ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഏറ്റവും നന്നായി ആധികാരികമായി പഠനം നടത്തിയ ആധുനിക പണ്ഡിതനായിരുന്നു അൽബാനി, നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി. അദ്ദേഹം അതിനെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നോ പഴയ കാലത്തെ പോലെയൊന്നുമല്ല. ഏത് സാധാരണക്കാരനും ഒരു ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ദഈഫാണോ സ്വഹീഹാണോ എന്ന് മനസ്സിലാക്കാൻ ഇന്റർനെറ്റിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ആ പണ്ഡിതന്മാർ കൃത്യമായി അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇത് സ്വഹീഹാണോ ദഈഫാണോ. അതുകൊണ്ട് ആർക്കും ഒരു ആശയക്കുഴപ്പമൊന്നും വേണ്ട. ഇത് ശരിയാണോ അല്ലേ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ കൃത്യമായി ഇവിടെ സംവിധാനം ചെയ്യും. ഇത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി നടന്നു തന്നെയാണ് ഇതൊക്കെ. അപ്പൊ അതിലൊരു ആശയക്കുഴപ്പം, ദഈഫായതാണ് നമ്മൾ തള്ളേണ്ടത്. സ്വഹീഹാണെന്ന് സ്ഥിരപ്പെട്ടാൽ അത് പിന്നെ ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഇസ്ലാമികമായ ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിച്ച കാര്യമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് സിഹാഹു സിത്ത എന്ന് പറയുന്ന 6 ഗ്രന്ഥങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് സ്വഹീഹുൽ ബുഖാരി, അതുപോലെ തന്നെ സ്വഹീഹു മുസ്ലിം, സുനനു അബീ ദാവൂദ്, അതുപോലെ ജാമിഉ തിർമിദി, ഇബ്നു മാജ, സുനനു നസായി. ഈ ഗ്രന്ഥങ്ങളൊക്കെ സ്വഹീഹായ ഹദീസുകളായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതിൽ ബുഖാരിയും മുസ്ലിമും മുത്തഫഖുൻ അലൈഹി എന്ന പേരിലാണ് അറിയപ്പെടുക. അതിലുള്ളത് മുഴുവൻ സ്വഹീഹുകളാണ് എന്ന് നമ്മുടെ മുൻഗാമികളൊക്കെ കേരളത്തിലടക്കം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനി ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി ആളുകൾക്കിടയിൽ വസ്വാസുകൾ ഉണ്ടാക്കി ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകൾ ഇളക്കിക്കളയുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയായിരിക്കണം ഇത്തരം വിഷയങ്ങളെപ്പറ്റി നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഞാൻ പറയുന്നു, ആ ഒരു വൈജ്ഞാനിക ചർച്ച ഓൺലൈനിലുണ്ട്. അത് കേട്ട് അത് എത്രത്തോളം അപകടകരമായ വാദമാണ് ഈ പറയുന്നതെന്നും അതിന്റെ മറുവശവും കൃത്യമായി എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അറിയാതെ ഇത്തരം അബദ്ധങ്ങളിലൊക്കെ നമ്മൾ പെട്ടുപോകും. ഇത് ഓറിയന്റലിസ്റ്റുകൾ മുമ്പ് തുടങ്ങി വെച്ച മോഡേണിസ്റ്റുകളിലൂടെ കൈമാറിയ ആ ഒരു പ്രമാണ നിഷേധത്തിന്റെ വലയിലേക്ക് നമ്മൾ അറിയാതെപ്പെടും. ഇത്തരം ആളുകൾ അതിന്റെ ആളുകളാണെന്ന് നമ്മൾ ആരും ആരോപിക്കണില്ല. പക്ഷെ അവർ ചിന്തിക്കണം, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുൻഗാമികൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർക്ക് ആർക്കും പരിചയമില്ല. അവരാരും സ്വഹീഹ് ബുഖാരിയെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ ഇത് തള്ളാൻ ഓരോ ന്യായങ്ങളാണ് പറയാം. എന്താ എന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല, അതൊരു ന്യായമാണ്. സാമാന്യ ബുദ്ധിക്ക് യോജിക്കാത്തത് എടുക്കാൻ പാടില്ല എന്ന ന്യായം. ഈ ന്യായം വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? എന്റെ ബുദ്ധിയല്ല, ഒരു ഡോക്ടറെ ബുദ്ധിയല്ല ഒരു കർഷകനുണ്ടാകുക, ഒരു കർഷകന്റെ ബുദ്ധിയല്ല ഒരു എഞ്ചിനീയർക്ക് ഉണ്ടാകുക, ഒരു എഞ്ചിനീയറുടെ ബുദ്ധിയല്ല വേറൊരു അധ്യാപകൻ ഉണ്ടാകുക. ഓരോരുത്തർക്കും ഓരോ പരിസരത്തിലും ഓരോ സാഹചര്യത്തിലും അറിവിനനുസരിച്ച് ബുദ്ധിയിലൊക്കെ മാറ്റം ഉണ്ടാവും. നമുക്ക് ചില അറിവ് കേടുകളുണ്ട് എങ്കിൽ ചില കാര്യം മനസ്സിലാവൂല, വേറൊരാൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആ അധ്യാപക സമൂഹത്തിന് വേഗം മനസ്സിലാവും. KERഉം അതുപോലെയുള്ള അവരുടെ സർവീസ് റൂൾസ്, ആ സർവീസ് റൂൾസ് നന്നായി അറിയുന്ന അധ്യാപകരുണ്ടാവും, അറിയാത്ത അധ്യാപകരുണ്ടാവും, ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിലുണ്ടാവും. അതിലൊരു ആശയക്കുഴപ്പം വന്നു കഴിഞ്ഞാൽ നല്ലോണം അറിയുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് അതിന് ആൻസർ പറയാൻ പറ്റും, അല്ലാത്ത ആളോ ആകെ വട്ടം കറങ്ങും. ഇവൻ വട്ടം കറങ്ങുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ തെറ്റാന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങള്. മതപരമായ വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അറിയുന്ന ആളുകൾക്ക് ഒന്നിലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അല്ലാത്തവന് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് അവന്റെ അറിവുകേടാണ്, അവനത് പഠിക്കുക വേണ്ടത്. ഇത് ഏത് വിഷയത്തിലാണത്? ചികിത്സാ രംഗത്തില്ലേ?
അതിന്റെ ഗ്രന്ഥങ്ങളും അതിന്റെ സംവിധാനങ്ങളിലേക്കും പോയാൽ അതിനെപ്പറ്റി ക്ലാരിറ്റി ഉള്ള ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ സംശയം തീരും. പക്ഷെ അല്ലാത്ത ആളുകൾക്കോ മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു പറഞ്ഞതുപോലുള്ള അവസ്ഥയായിരിക്കും. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും എനിക്ക് മനസ്സിലാണില്ല, എന്റെ ബുദ്ധിക്ക് തിരിയണില്ല എന്ന് പറഞ്ഞ ഓരോ ഹദീസും തള്ളാൻ നിന്നാൽ അവനാൻ ഇഷ്ടമുള്ളത് എടുക്കും, ഇഷ്ടമില്ലാത്ത ഒഴിവാക്കും. ഇതെന്നെ ഈ ഓറിയന്റലിസ്റ്റുകൾ ചെയ്തു വെച്ച്. അപ്പൊ അതുകൊണ്ട് ആ കെണിയിലേക്ക് നമ്മൾ പോകുക. അതുപോലെ ഖുർആനെതിരായ ഹദീസ് ഉണ്ട്, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഇത് രണ്ടും അള്ള പഠിപ്പിച്ചോട് അള്ളാന്റെ അടുത്ത് നിന്നാണ്, വഹയാണ്. എന്ന് പറഞ്ഞില്ലേ ഖുർആൻ? റസൂൽ സംസാരിക്കുന്നതൊക്കെ എന്താണ്? വഹയാണ്. അതുകൊണ്ട് ആ വഹി രണ്ടും അള്ളാന്റെ അടുത്ത് നിന്ന് വരുന്നതാണ്. പിന്നെ എങ്ങനെ ഖുർആൻ ഹദീസ് എതിരുണ്ടാകുക? ലഈഫായ ഹദീസ് ആരും എടുക്കാൻ പാടില്ല, സ്വഹീഹിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ല. അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, അത് കൂടുതൽ പഠിക്കുകയാണ് വേണ്ടത്. അപ്പോ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പ്രാമാണികമായി മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ മരിച്ചു പോകുന്നതിന്റെ മുമ്പ് ഈ ഇസ്ലാമിന്റെ ചിത്രത്തിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടായിരിക്കും നമ്മൾ പോവുക. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമികമായ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.